കോട്ടക്കെന്നാണ് അറിയാൻ ഇ ഡി കൊച്ചി ഓഫീസിലേക്ക് വീണാറ്റി എത്തിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് വീണാറ്റി അങ്ങോട്ടേക്ക് എത്തിയത്. മുഹമ്മദ് റിയാസ് ബേപ്പൂർ MLA മുൻമന്ത്രി മുഹമ്മദ് റിയാസ് കൂടി വീണയെ അനുഗമിക്കുന്നുണ്ട്. ഇ ഡി ഓഫീസിലേക്ക് ഭർത്താവും ബേപ്പൂർ MLA കൂടിയ മുഹമ്മദ് റിയാസ് കൂടി വീണാറ്റിക്കൊപ്പമുണ്ട്. കൊച്ചി ഓഫീസിലേക്ക് വീണാറ്റി എന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പിടി ചോദ്യങ്ങൾക്ക് വീണാറ്റി ഇതിനോടകം ഇ ഡി ഓഫീസിൽ അല്പസമയത്തിനകം മറുപടി നൽകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ നടപടികളിലേക്ക് ഇ ഡി കടക്കുമോ എന്നുള്ളത് വരും മണിക്കൂറുകളെ ആകാംക്ഷയാണ്. എത്ര മണിക്കൂർ വീണാറ്റി ചോദ്യം മുനമ്പിൽ ഇരിക്കേണ്ടി വരും എന്നടക്കമുള്ള കാര്യം നേരത്തെ ദീർഘ മണിക്കൂറുകളിലേക്ക് ചോദ്യം ചെയ്യലൊക്കെ നമ്മൾ കണ്ടതാണ്. റെയ്ഡ് പോലും നീണ്ടതും അല്ലാതെ നീണ്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപിടി ചോദ്യങ്ങൾക്ക് വീണാറ്റി മറുപടി പറയേണ്ടതുണ്ട്. വീണാറ്റി ഇതാ കാറിൽ നിന്ന് ഇറങ്ങി കൊച്ചി ഇ ഡിയുടെ കൊച്ചി ഓഫീസിലെ കടക്കാണ്. അവിടെ കനത്ത സുരക്ഷാ ക്രമീകരണം അവിടെയുണ്ട്. വീണാറ്റി ഇ ഡിക്ക് മുമ്പാകെ പോവുകയാണ്. ഒരുപിടി ചോദ്യങ്ങൾക്ക് വീണാറ്റി ആ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറുപടി 2.72 കോടി എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ എന്ത് സേവനം നൽകിയിട്ടാണ് CMR കരിമണൽ കർത്തയിൽ നിന്ന് കൈപ്പറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് എന്തിനു വേണ്ടിയാണ്, അത് പ്രൊസീഡിങ്സ് ഓഫ് ക്രൈമാണോ എന്ന കാര്യമൊക്കെ ഇ ഡി പരിശോധിക്കാൻ പോകുന്നു. എന്തായാലും CPM ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലില്ല. വീണാറ്റി ഒരു വ്യക്തിയാണ്, പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്നതിനപ്പുറം ആ വ്യക്തിയുടെ കാര്യം അവർ വ്യക്തിപരമായി നോക്കട്ടെ. അതിൽ രാഷ്ട്രീയ പ്രതിരോധത്തിനില്ല എന്നാണ് ഇപ്പോൾ അറിയാനും കഴിയുന്നത്. എന്തായാലും അവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. കൊച്ചി ഓഫീസിലേക്ക് പോവാണ്. വിപിൻ സി വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, വീണാറ്റി ഇ ഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് പോയോ? ചോദ്യം ചെയ്യൽ എപ്പോൾ തുടങ്ങും? അശ്മി, വീണ വിജയൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നു. ഇ ഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നു. മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണാറ്റി ഇവിടേക്ക് എത്തിയത്. അവർ ഒരുമിച്ച് ഇവിടേക്ക് വരികയും പിന്നീട് വീണാറ്റിയെ മാത്രം അകത്തേക്ക്, അതായത് ഇ ഡി ഓഫീസിനകത്തേക്ക് കയറ്റിവിട്ടതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങിപ്പോവുകയുമായിരുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ചോദ്യം ചെയ്യൽ തുടങ്ങുകയാണ്. നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. എക്സാലോജിക്ക് ഏത് രീതിയിലുള്ള സേവനങ്ങൾ CMRൽ നൽകി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് തന്നെയാണ് ഉത്തരം വേണ്ടത്. അതിന് ഇപ്രാവശ്യം രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിയമവശമുള്ളത്. കാരണം ഇതിനു മുൻപ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്ന സമയത്തും വീണാറ്റിയിലേക്ക് അല്ലെങ്കിൽ സമൻസ് അയക്കുകയോ അതിന്റെ ഒരു ചോദ്യം ചെയ്യലിലേക്കോ ഇതുവരെയും കടന്നിരുന്നില്ല. ഇപ്രാവശ്യം അത് ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു. CMRന്റെ ഉദ്യോഗസ്ഥർ ഇതിനു മുൻപ് ചോദ്യം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അത് സ്വാഭാവികമായും ഇതിനു മുൻപുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം സമൻസ് അയച്ച ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി രേഖകൾ സഹിതമുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും വീണാറ്റി അഭിഭാഷകൻ മുഖേന ഹാജരാക്കി കഴിഞ്ഞു. ആ ഹാജരാക്കിയതിനു ശേഷമുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ളത് കൂടിയാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള സേവനങ്ങൾ CMRൽ നൽകി, ഒപ്പം തന്നെ ഇത്രയും തുക നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സേവനങ്ങളാണോ ആ കാര്യങ്ങൾ എന്നുള്ളത് കൂടിയാണ്. അതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കരിമണൽ കമ്പനിയുടെ ഡയറക്ടർമാരായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ ശരണസ് കർത്ത ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തിരുന്നു. ഇനി ഈ ശശിധരൻ കർത്തയാണ് ഹാജരാകാനുള്ളത്. അദ്ദേഹവും ഈ വരുന്ന ദിവസങ്ങളിൽ ഹാജരാകും. അതിനു മുൻപ് തന്നെ ഇതിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ തുകയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 2,78,00,000 രൂപ ഇതിൽ നിന്നും ഒരു കൈക്കൂലിയായിട്ടാണ് ആ പണം എന്നുള്ളത് ഇ ഡി കണ്ടെത്തുകയായിരുന്നു. ഇ ഡിയുടെ ഇപ്പോഴത്തെയും ഒരു നിഗമനം എന്നുള്ളത് ആ തുക ലഭിച്ചത് ഇല്ലാത്ത ഒരു സേവനത്തിന്റെ പേരിൽ എന്നുള്ളതാണ്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് കേന്ദ്ര ഏജൻസികളെ ഇതിൽ സമീപിച്ചിരുന്നത്. അങ്ങനെ സമീപിച്ചതിന് ശേഷം ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുകയും ഹൈക്കോടതി ഈ മാസപ്പടി കേസുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഉത്തരവ് എടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പിന്നീട് റെയ്ഡിലേക്ക് കടന്നത്. കണ്ണൂരിലും തിരുവനന്തപുരത്തുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അതിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുക എന്നുള്ളതുമാണ് പറഞ്ഞത്. വീണാറ്റിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. പ്രധാനമായും രേഖകൾ അതിൽ നിന്നും എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതും ഇ ഡി പിന്നീട് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇതാ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇ ഡിയുടെ കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഏറെ ഒരു സംശയ നിഴലിൽ CPMനെ, പ്രത്യേകിച്ച് മുൻ സർക്കാരിനെ നിർത്തിയ ഒരു കേസാണ്. ആ കേസിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.